السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. വഖഫ് ചെയ്യുമ്പോൾ അത് തഅ്ബീദ് പാടില്ല, തഅ്ബീദ് വേണം. അബദൻ സമയവും കാലമൊന്നും നിശ്ചയിക്കാനോ മറ്റൊന്നിനോട് നിബന്ധന വെച്ച് പറയാനോ പറ്റില്ല. എല്ലാവർക്കും അറിയാലോ. വശുരിത്ത ലഹു, വഖഫിന് ഷർത്താണ് തഅ്ബീദുൻ, അത് ശാശ്വതമായിരിക്കൽ. ഫലാ യസ്യഹു തഅ്ഖീതുഹു, സമയം നിശ്ചയിക്കൽ സ്വഹീഹല്ല. വഖഫ്തുഹു അലാ സൈദിൻ സനത്തൻ, ഒരു വർഷം പറ്റില്ല വഖഫ് ചെയ്യാൻ. തൻജീസുൻ ഫലാ യസിഹു തഅലീഖുഹു, മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാനും പാടില്ല. വഖഫ്തുഹു അലാ സൈദിൻ ഇദാ ജാഅ റഅസു ശഹരി, മാസത്തിൻ്റെ തുടക്കം വന്നാൽ സൈദിന് ഞാൻ വഖഫ് ചെയ്തു. മാസം ആരംഭിച്ചാൽ എന്നർത്ഥം. റഅസ് പറഞ്ഞാൽ തല എന്ന് പറഞ്ഞാൽ തുടക്കം. അപ്പോൾ മരണത്തോട് ബന്ധിപ്പിക്കാൻ പറ്റുമോന്നാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ വീട് ഞാൻ സാധുക്കൾക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുള്ള മാർഗ്ഗമാണല്ലോ വസിയ്യത്ത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ വസിയ്യത്തിൻ്റെ ഹുക്കുമാണ് അതിന് വരിക. വസിയ്യത്താകുമ്പോൾ ഒരു നിയമമുണ്ട്. ഞാൻ മരിച്ചതിന് ശേഷം ഈ വീട് സാധുക്കൾക്ക് ഞാൻ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഒരാൾ പറയുകയും മരിക്കുന്നതിന് മുമ്പ് അത് വിൽക്കാൻ വെക്കുകയും ചെയ്താൽ വസിയ്യത്ത് ബാത്തിലാകുന്നതാണ്. അപ്പോൾ വസിയ്യത്തിൻ്റെ ഹുക്കുമാണ് അതിനുണ്ടാവുക. വഖഫാകുമ്പോൾ പിന്നെ വഖഫ് ചെയ്ത സാധനം ബാത്തിലാവില്ലല്ലോ. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസമുണ്ട്. നാം യസിഹു തഅലീഖുഹു ബിൽ മൗത്തി, മരണത്തോട് ബന്ധിപ്പിക്കൽ സ്വഹിയാണ്. ഉദാഹരണം, വഖഫ്തു ദാരി ബഅദ മൗതി അനിൽ ഫുഖറ, എൻ്റെ മരണശേഷം ഇത് ഞാൻ ഫുഖറാക്കൾക്ക് വഖഫ് ചെയ്തു എന്ന് പറയും പോലെ. ഇതിനെക്കുറിച്ച് ഷെയ്ഖാനി പറഞ്ഞു, വകഅന്നഹു വസിയ്യത്തുൻ, ഇതൊരു വസിയ്യത്ത് പോലെ ഇരിക്കുന്നുണ്ട്. ഈ വഖഫ് ഏതുപോലെ ഉണ്ട്? വസിയ്യത്ത് പോലെയുണ്ട്. കാരണം വസിയ്യത്ത് മരണത്തോട് ബന്ധിപ്പിച്ച് പറയുന്നതിനാണല്ലോ വസിയ്യത്ത് എന്ന് പറയാം. കാരണം മഹാനായ ഇമാം ഖഫ്ഫാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, അന്നഹു ലൗ അറളഹ ലിൽ ബൈഇ, ആ സാധനം ഒരാൾ വിൽപ്പനക്ക് വെച്ചാൽ, അറള എന്ന് പറഞ്ഞാൽ വിൽപ്പനക്ക് വെക്കുന്നതിനാണ് എന്ത് പറയാം? അറള എന്ന്. കാന റുജുഅൻ, അത് വസിയ്യത്തിൽ നിന്നുള്ള വഖഫിൽ നിന്നുള്ള പിന്മാറ്റമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വഖഫാകുമ്പോൾ പിന്മാറാൻ പറ്റില്ലല്ലോ. വിൽപ്പനക്ക് വെച്ചാലും വഖഫ് ബാത്തിലാവില്ലല്ലോ. അപ്പം പിന്നെ അത് വസിയ്യത്തിൻ്റെ ഹുക്കുമിലാണ്. മറ്റൊരു ഷർത്ത്, വഇംകാനു തംലീക്കില്ലിൽ മൗഖൂഫി അലൈഹി അൽ ഐനൽ മൗഖൂഫത്ത, മൗഖൂഫ് അലൈഹി ആയ സാധനം മൗഖൂഫ് അലൈഹിക്ക് വഖഫ് ചെയ്യപ്പെട്ട വസ്തു ഉടമപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. അത് ആർക്കുള്ള വഖഫാകാം? നിശ്ചിത വ്യക്തികൾക്കുള്ള വഖഫായാലും ഒരു സംഘം ആളുകൾക്കുള്ള വഖഫായാലും അതവർക്ക് ഉടമയാക്കി കൊടുക്കാൻ പറ്റണം. ഇംകാനു തംലീക്കിൻ ലിൽ മൗഖൂഫി അലൈഹിക്ക് ഉടമപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റണം. എന്തിന്? അല്ല ഐനൽ മൗഖൂഫത്ത, വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിനെ. ഇൻ മുഖിഫ അല മുഅയ്യനിൻ ഔ ജംഇൻ, ഒരു നിശ്ചിത വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾക്കോ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ രണ്ട് രീതിയിലാണല്ലോ വഖഫ് ഉണ്ടാവുക. അതെങ്ങനെ? അയാൾ ജീവിച്ചിരിക്കുന്ന ആളാകണം, ഉടമസ്ഥതയ്ക്ക് അർഹതയുള്ള ആളായിരിക്കണം. ഞാൻ യൂജത ഖാരിജൻ, അയാൾ ഹയാത്തിലുള്ള വ്യക്തിയായിരിക്കണം. മുതഅഹിലലിൽ മിൽക്കി, ഉടമസ്ഥതയ്ക്ക് ഒരു സാധനം ഉടമസ്ഥതയിൽ സ്വീകരിക്കാൻ അർഹതയുള്ള വ്യക്തിയായിരിക്കണം. അപ്പം ഉണ്ടാക്കാൻ പോണ പള്ളിക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. മക്കളില്ലാത്ത ആൾ മക്കളെ പേരിൽ വഖഫ് ചെയ്യാൻ പറ്റില്ല.
അല്ലെങ്കിൽ മക്കളിൽ നിന്നുള്ള പാവപ്പെട്ടവർക്ക് പറഞ്ഞ് വഖഫ് ചെയ്തു, പക്ഷേ മക്കളെ കൂട്ടത്തിൽ ആരും പാവപ്പെട്ടവരില്ല, അപ്പോഴും ശരിയാവില്ല. എൻ്റെ ഖബറും പുറത്ത് ഉള്ള, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറും പുറത്ത് പരിചരണവുമായി കൂടുന്ന സാധുക്കൾക്ക് വരുമാനത്തിന് എന്ന് പറഞ്ഞ് ചെയ്താൽ വഖഫാവോ? ശരിയാവോ? ശരിയാവില്ല. കാരണം ഇവൻ്റെ ഖബറായില്ലല്ലോ. മരിച്ച വാപ്പാൻ്റെ ഖബറും പുറത്തേക്കാണെങ്കിൽ പറ്റും, സ്വന്തം ഖബറും പുറത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് വേണ്ടേ? അപ്പോൾ മരിച്ചതിന് ശേഷം ഖബറും പുറത്ത് ഓതാൻ വേണ്ടി, ഓതുന്ന ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്തു അയാൾ മരിച്ചാൽ, അയാൾക്ക് ഇപ്പോൾ തൽക്കാലം ഖബറൊന്നും അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ വഖഫ് ബാത്തിലാണ് എന്നാണ് നിയമം. അപ്പം ഖബർ അറിയപ്പെടണം. ഖബർ അറിയപ്പെടാത്ത നിലക്ക്, ഖബർ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ്? ബാത്തിലാണ്. ശരി. മരിച്ചാൽ ഖബർ, തൻ്റെ ഖബറിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാർക്ക് കയറി വഖഫ് ചെയ്തു, മരിച്ചു, അയാളെ ഖബറോടെന്ന് അറിയാത്ത സാഹചര്യം എന്നാൽ എന്താവില്ല? സഹിയാവില്ല. ഖബർ അറിയപ്പെട്ടാൽ സഹിയാകുമെന്നാണ് ഇബ്നു സലാഹ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരെ ഫത്വയാണ്. കാരണം ഖുർആൻ ഓതുക എന്നുള്ളത് വ്യത്യാസമുണ്ടല്ലോ. നേരത്തെ പറഞ്ഞത് ഭക്ഷണം കൊടുക്കുക, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്ന് പറഞ്ഞാണെങ്കിൽ സ്വഹിയാവൂല എന്നാണ് പറഞ്ഞത്. ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാലോ ഖബർ അറിയപ്പെട്ടാൽ സ്വഹിയാകും എന്നും. എന്താണ് ഈ ഭക്ഷണം കൊടുക്കലും ഖുർആൻ ഓതലും വ്യത്യാസം? ഖുർആൻ ഓതുക എന്നുള്ളത് ഒരു മത്ലൂബായ വലിയ പുണ്യമുള്ള കാര്യമാണ്, അതുകൊണ്ട് സ്വഹിയാണ്. നോക്കൂ, ഫലാ യസിഹുൽ വഖഫ് അലാ മഅദൂമിൻ, ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മേൽ, ഖാരിജൻ എന്ന് പറഞ്ഞില്ലേ, പുറത്തുള്ള ആളായിരിക്കണം. അപ്പോൾ ഇല്ലാത്തതിൻ്റെ മേൽ വഖഫ് സ്വഹിയല്ല. ക അലാ മസ്ജിദിൻ സയുബന, പിന്നീട് നിർമ്മിക്കപ്പെടുന്ന പള്ളി പറ്റില്ല. ഔ അലാ വലദിഹി വലാ വലദലഹു, മക്കളില്ലാത്തൊരവസ്ഥയിൽ മക്കളുടെ മേൽ വഖഫ് ചെയ്യും പോലെ. ഔ അലാമൻ സയൂലദു ലി സുമ്മൽ ഫുഖറായി, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് ജനിക്കുന്ന മക്കൾക്ക്, പിന്നെ പാവങ്ങൾക്കും എന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം പാവങ്ങളോടെ ഉണ്ടെങ്കിൽ ഇപ്പം കുട്ടികൾ ജനിച്ചിട്ടില്ലല്ലോ, ഇതിൻ്റെ ആദ്യ ഭാഗം മുറിഞ്ഞിട്ടുണ്ട്. ഔ അലാമൻ സയൂലദുലി, എനിക്ക് പിന്നീട് ജനിക്കുന്ന മക്കൾക്കും അത് ശേഷം ഫുഖറാക്കൾക്ക് എന്ന് പറഞ്ഞാലും ശരിയാവില്ല. ലിൻഖിതാഇ അവ്വലിഹി, കാരണം വഖഫിൻ്റെ ആദ്യത്തെ തല മുറിഞ്ഞിട്ടുണ്ട്, ആദ്യം മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതും പറ്റില്ല. ഔ അലാ ഫുഖറായി ഔലാദിഹി വലാ ഫഖീറ ഫീഹിം, തൻ്റെ മക്കളിൽ നിന്നുള്ള ഫുഖറാക്കൾക്ക് എന്ന് പറഞ്ഞു, അവരിൽ നിലവിൽ ലാ ഫഖീറ ഫീഹിം, അവരിൽ ഫഖീറില്ല, അത്തരം വഖഫും സഹിയല്ല. പിന്നെ ഔ അലാ അൻ യുത്ഇമൽ മസാകീന റൈഅഹു, വഖഫ് ചെയ്യപ്പെടുന്നതിൻ്റെ വരുമാനം മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കണം. അലാ റസി ഖബരിഹി, എവിടെയുള്ള മിസ്കീന്മാർ? തൻ്റെ ഖബറും പുറത്ത് എന്ന് പറയില്ലേ, ഖബറിൻ്റെ അടുത്തുള്ള മിസ്കീന്മാർക്ക് അതിൻ്റെ വരുമാനം ഭക്ഷിപ്പിക്കണം എന്ന രീതിയിലുള്ള വഖഫും സഹിയല്ല. അതേസമയത്ത് മയ്യിത്തായ വാപ്പാൻ്റെ ഖബറാണെങ്കിൽ പറ്റും. ഖിലാഫി ഖബരി അബീഹിൽ മയ്യിത്തി, അവൻ്റെ മയ്യിത്തായ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പരിചരിക്കുന്ന മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കണമെന്നാണെങ്കിൽ സഹിയാവുകയും ചെയ്യും. അവരുണ്ടല്ലോ, അപ്പോൾ ഖബറുണ്ടല്ലോ. ഇബ്നു സലാഹ് റഹിമഹുല്ല ഫത്വ നൽകി, യന്നഹു ലൗ വഖഫ അലാ മൻ യഖറഉ അലാ ഖബരിഹി ബഅദ മൗതിഹി, മരിച്ചതിന് ശേഷം ഖബറിന്മേൽ ഓതുന്നവരുടെ മേൽ ഒരാൾ വഖഫ് ചെയ്താൽ, ഫമാത്ത മരിച്ചാൽ, വലം യുറഫു ലഹു, ഖബർ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ബാത്തിലാകും, അല്ലെങ്കിൽ ബാത്തിലാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻതഹ. ഇബ്നു സലാഹ് റഹിമഹുല്ലയുടെ ഫത്വ ഇവിടെ അവസാനിച്ചു. ഇനി ഉള്ള ഒരു വ്യക്തിയുടെ മേൽ വഖഫ് ചെയ്തു, പിന്നീട് ഇല്ലാത്ത വ്യക്തിയായി പറഞ്ഞാലോ? യസിഹു അലൽ മഅദൂമി തബഅൻ ലിൽ മൗജൂദി, മൗജൂദിനോട് താബിയായി മഅദൂമിൻ്റെ മേൽ വഖഫ് ചെയ്യൽ സ്വഹിയാകും. മൗജൂദിനോട് താബിയായിട്ട് മഅദൂമിൻ്റെ മേൽ വഖഫ് ചെയ്യാം. എന്ന് വെച്ചാൽ ഉദാഹരണം പറയാം, എൻ്റെ മക്കൾക്ക് ഞാൻ വഖഫ് ചെയ്തു, പിന്നെ മക്കൾക്കെന്ന് പറഞ്ഞു, മക്കളുണ്ടായിട്ടില്ല,
അതാണ് മൗജൂദിനോട് താബിയാണ് മക്കൾ. ഒരു മൗജൂദിനോടനുബന്ധമായി ബന്ധപ്പെടുത്തി മഅദൂമിനെ വഖഫ് ചെയ്ത് ശരിയാകും. പിന്നെ അടുത്തത് മുകളിലേക്ക് തന്നെ പറയണേ, സ്വഹിയാകാത്തൊരു വഖഫ്. വല അല അഹദി ഹാദൈനി, സയ്യിദോ അമ്രോ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മേൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം അതൊന്നും മുഅയ്യനല്ല. വല അല ഇമാറത്തി മസ്ജിദിൻ, പള്ളി നിർമ്മാണത്തിന് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്തു, അപ്പോഴും ശരിയല്ല. ഇല്ലമ യുബയ്യിൻഹു, പള്ളി ഏതാണ് എന്ന് അവൻ വിശദീകരിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇന്ന പള്ളിക്ക് എന്ന് പറയണം എന്നർത്ഥം. ലി തഅദ്ദുരി തംലീക്കിൽ വല അല നഫ്സിഹി, സ്വന്തത്തിൻ്റെ മേൽ വഖഫ് ചെയ്യാൻ പറ്റില്ല, സ്വന്തം ശരീരത്തിൻ്റെ മേൽ വഖഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എനിക്കെന്നെ വഖഫ് ചെയ്യാം, ഷാഫി മദ്ഹബിൽ പറ്റില്ല, മറ്റ് ചില മദ്ഹബുകളിലൊക്കെ പറ്റും. അപ്പോൾ ഹനീഫിമാൻ്റെ മദ്ഹബ് തോന്നുന്നുണ്ട്. കാരണം ഒരാൾ തനിക്ക് തന്നെ ഒരു സാധനം ഉടമയാക്കി കൊടുക്കുക എന്നുള്ളത് പ്രയാസമല്ലേ. എൻ്റെ സാധനം എങ്ങനെ ഞാൻ തന്നെ ഉടമയാക്കുക? ലി തഅദ്ദുരി തംലീക്കിൽ ഇൻസാനി മിൽക്കഹു ഔ മനാഫിയ മിൽക്കിഹി ലി നഫ്സിഹി, എല്ലാം കൂടെ ഒരൊറ്റ ഇല്ലത്താണ്. ഒരാൾ തൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനം അല്ലെങ്കിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനത്തിൻ്റെ ഉപകാരം ലി നഫ്സിഹി, അവന് തന്നെ ഉടമയാക്കി കൊടുക്കുക എന്നുള്ളത് പ്രയാസമാണല്ലോ. ഈ തഅദ്ദുരി തംലീക്കിൽ ഇൻസാനി, ഒരു മനുഷ്യനെ ഉടമയാക്കി കൊടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. മിൽക്കഹു, അവൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനത്തെ, ഔ മനാഫിയ മിൽക്കിഹി, അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള സാധനത്തിൻ്റെ ഉപകാരത്തെ ആർക്ക് തന്നെ ഉടമയാക്കുക? ലി നഫ്സിഹി, അവന് തന്നെ. കാരണം അവൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനം ഇങ്ങനെ പിന്നെ അവനാക്കുക. തഹസീലും ബിൽ ഹാസിൽ എന്നല്ല പറയാം. തഹസീലുൽ ഹാസിൽ മഹാലല്ലേ. ഉണ്ടായ സാധനം പിന്നെ എങ്ങനെ ഉണ്ടാക്കൽ, ആയ സാധനം പിന്നെ എങ്ങനെ ആല്. അതേപോലെ തന്നെയാണ് ഞാൻ ഈ വഖഫ് ചെയ്തതിൽ നിന്ന് എൻ്റെ കടം വീട്ടാനെന്ന് പറഞ്ഞു. ഞാനൊരു സാധനം വഖഫ് ചെയ്തു, എന്നിട്ട് കടം വീട്ടാനെന്ന് പറഞ്ഞു. അതും പറ്റില്ല. കാരണം അത് അവൻ തന്നെയാണല്ലോ കിട്ടുന്നത്. അല്ലെങ്കിൽ വഖഫ് ചെയ്തതിൻ്റെ ഉപകാരം തനിക്കാണെന്ന് പറഞ്ഞു. പള്ളിയാണ് വഖഫ് ചെയ്തു, ഈ പള്ളീൻ്റെ ഉപകാരം എനിക്കാണ്, പള്ളിയിൽ നിസ്കരിക്കൽ ഞാനാണ് എന്ന് പറഞ്ഞു. അതും ശരിയാവില്ല. ഒമിൻഹു, സ്വന്തത്തിന്മേൽ വഖഫ് ചെയ്യുന്നതിൽ പെട്ടതാണ് ഐ യശ്രിത നഹവ ഖളാഇ ദൈനിഹി, അവൻ്റെ കടം വീട്ടൽ പോലെയുള്ളതിന് നിബന്ധന വെക്കുക. ഏതിൽ നിന്ന് കടം വീട്ടുക? മിമ്മാ വഖഫഹു, അവൻ വഖഫ് ചെയ്ത സ്വത്തിൽ നിന്ന്. അവ ഇന്തിഫാഅഹു ബിഹി, അല്ലെങ്കിൽ അവൻ വഖഫ് ചെയ്തതുകൊണ്ട് അവന് തന്നെയായിരിക്കും അതിൻ്റെ ഉപകാരം എന്നും ഷർത്ത് വക്കലും സ്വന്തത്തിൻ്റെ മേൽ വഖഫ് ചെയ്യലാണ് സ്വഹീഹ് അല്ല. അതേ സമയത്ത് ഒരു കിണർ വഖഫ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ തനിക്ക് വേണമെന്ന് വഖഫ് ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഒരു കിതാബ് വഖഫ് ചെയ്തിട്ട് അതിൻ്റെ മുത്താല അത് നോക്കുക എന്നുള്ളതിൻ്റെ സമ്മതം എനിക്ക് വേണമെന്ന് പറയുന്നതുകൊണ്ടും തെറ്റില്ല. ഫുഖറാക്കൾക്ക് വഖഫ് ചെയ്താണ്. ഫുഖറാക്കൾക്ക് വഖഫ് ചെയ്തു, അതിൽ നിന്ന് വെള്ളം കുടിക്കും. അല്ലെങ്കിൽ കിതാബ് വഖഫ് ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിന് വഖഫ് ചെയ്തിട്ട് ആ കിതാബ് എനിക്ക് നോക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞാൽ പറ്റും. ലാ ഷർത്തു നഹ്വി ഷുർബിഹി ഔ മുതാലഅതിഹി മിൻ ബിഇരിൻ ഔ കിതാബിൻ വഖഫഹുമാ അലാ നഹ്വിൽ ഫുഖറായി. ഫുഖറാക്കളുടെ മേൽ വഖഫ് ചെയ്ത കിണറോ കിതാബോ, കിതാബ് നോക്കുക, മുത്താല, കിണറിന്ന് വെള്ളം കുടിക്കുക, ഇതുപോലെയുള്ള ഷർത്ത് വെക്കുന്നതിൽ കുഴപ്പമില്ല, അത് പറ്റുന്നർത്ഥം. ഇതുവരെ പറഞ്ഞ് പറ്റൂല, ലാ ഷർത്തു, ഈ ഷർത്ത് പ്രശ്നമില്ല. എന്താണ് ഷർത്ത്? ഷർത്തു നഹ്വി ഷുർബിഹി ഔ മുതാലാത്തിഹി മിൻ ബീരിൻ ഔ കിതാബിൻ വഖഫഹുമാ അലാ നഹ്വിൽ ഫുഖറായി കദാ ഖാലഹു ബഅദു ശുറാഇൽ മിൻഹാജ്. സാധുക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭൂമി ഒരാൾ വഖഫ് ചെയ്തു, പിന്നീട് അവനും സാധുവായി തീർന്നാൽ അവനും അതിൽ നിന്നെടുക്കാം. വഖഫ് ചെയ്യുന്ന നേരത്തെ ഫക്കീറാണ്, അപ്പോഴും ഫക്കീർ എന്ന രീതിയിൽ എടുക്കാം, വാഖിഫ് എന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല. അതുപോലെ മറ്റൊരു ചർച്ചയാണ് വഖഫ് ഭൂമിൻ്റെ മേൽനോട്ടം തനിക്കായിരിക്കും എന്നൊരാൾ ഷർത്ത് വെച്ചാൽ പറ്റുമോ? അത് പറ്റും. പള്ളി കമ്മിറ്റിക്ക് നോക്കാതെ അങ്ങനെയൊന്നുമില്ല, സ്വന്തത്തിന് ഷർത്ത് വെച്ചാൽ പറ്റും. അങ്ങനെ ഞാൻ മേൽനോട്ടം വഹിക്കുന്നതിന് അതിൻ്റെ വരുമാനത്തിൻ്റെ എത്ര സംഖ്യ എനിക്ക് വേണം എന്ന് മുഖാബല് പ്രതിഫലം നിശ്ചയിച്ചാൽ പറ്റുമോ? അതും പറ്റും. പക്ഷെ ആ പ്രതിഫലം സാധാരണ കൂലിയാകണം മാത്രം.
വയസിഹു ഷർത്തുഹു അൻ നദിറ ലി നഫ്സി, വഖഫ് ഭൂമിയുടെ അല്ലെങ്കിൽ വഖഫ് വസ്തുവിൻ്റെ മേൽനോട്ടം അവന് തന്നെ ആണ് എന്ന് നിബന്ധന വെക്കൽ സ്വഹിയാണ്. വലൂബി മുഖാബിലിൻ, അതൊരു പ്രതിഫലത്തിനാണെങ്കിലും, പക്ഷേ ഇൻകാന പ്രതിഫലമാകണം ബി ഖദിരി ഉജറത്തി മിസിൽ, ഒരു സാധാരണ കൂലിയുടെ അളവിലാകണം. ഫഅഖല്ല, അല്ലെങ്കിൽ അതിൽ കുറവ്. സ്വന്തത്തിന് മേൽ വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി സ്വന്തത്തിന് മേൽ വഖഫ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അതെന്താ? ഓൻ പറയാം അവൻ്റെ വാപ്പാൻ്റെ മക്കളുടെ മേലെ വഖഫ് ചെയ്തു എന്ന് പറയാം. അവൻ്റെ വാപ്പാൻ്റെ മക്കളിൽ നിന്ന്, ഇവനിപ്പോൾ ഒരു നല്ലൊരു ഉസ്താദാണ്, ഒരു ബാക്കവിയാണെന്നൊക്കെ കരുതിക്കോളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ എൻ്റെ വാപ്പാൻ്റെ മക്കളിൽ നിന്ന് ഉസ്താദായ ആളുകളുടെ മേൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ വാപ്പാൻ്റെ മക്കളിൽ നിന്ന് ഞാനാണല്ലോ ഉസ്താദ്, എനിക്ക് കിട്ടും. അത് സ്വന്തത്തിന് മേൽ വഖഫ് ചെയ്യാനുള്ള ഒരു തന്ത്രമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വമിന് ഹയ്യലി സിഹാത്തിൽ വഖഫി അലാ നഫ്സിഹി, സ്വന്തത്തിന്മേൽ വഖഫ് സാധുവാകുന്നതിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടതാണ്. ഹീലത്തിൻ്റെ ജമ്മാണ് ഹയ്യല്. ആ യഖിഫ് അല ഔലാദി അബിഹി, പാപ്പാൻ്റെ മക്കൾ വഖഫ് ചെയ്യുക. എന്നൊരു വേദുക്കുറ സിഫാത്തി നഫ്സിഹി, അവൻ്റെ ഗുണങ്ങളൊക്കെ പറയാം. ഫയസിഹു സഹിയാണ് കമാ ഖാലു ജമുതഅഖിറുൻ വഅതമഹു ഇബ്നു റിഫഅത്ത് റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ പ്രബലമാക്കി എന്നല്ല, വാമില ബിഹി ഫി ഹഖ് നഫ്സിഹി, സ്വന്തം കാര്യത്തിൽ അത് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്നർത്ഥം. മൂപ്പരെന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? ഇബ്നു റിഫഅത്ത് റഹിമഹുല്ലാ വഖഫ അലൽ അഫ്ഖഹി മിൻ ബനി റിഫഅത്ത് എന്ന പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഏറ്റവും വലിയ ഫഖീഹിൻ്റെ മേൽ വഖഫ് ചെയ്തു. അപ്പോൾ മൂപ്പരന്നെ ഉള്ളൂ, ബഹുമാനപ്പെട്ടവരേ ഉള്ളൂ. വക്കാന യതനാവലുഹു, അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതിൽ നിന്ന് എടുക്കാറുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. തെറ്റായ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ പറ്റില്ല. യബ്തുലുൽ വഖഫ് ഫി ജിഹത്തി മഅസിയത്തിൻ, ഇമാറത്തിനായാൽ കനായിസി, അമ്പലം, ചർച്ച് പോലത്തെ ഒക്കെ നിർമ്മിക്കുക പറ്റൂല. വഖഫി സിലാഹിൻ അല കുത്തായി തരീഖിന്, വഴി കവർച്ചക്കാർക്ക് വേണ്ടി ആയുധം വഖഫ് ചെയ്യുക. വഖഫിൻ അല ഇമാറത്ത് ഖുബൂരി ഗൈരിൽ അംബിയായി വലുലമായി വസ്വാലിഹിൻ, ഇവരല്ലാത്ത ആൾക്കാരുടെ ഖബർ നിർമ്മിക്കാനും അതിൻ്റെ പരിചരണങ്ങൾ നടത്താനും വഖഫ് ചെയ്യുക, അതൊന്നും പറ്റില്ല. അമ്പിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ അവിടെയൊക്കെ നല്ല സിയാറത്തിനും മറ്റുമൊക്കെ വരുന്ന ആളുകൾക്ക് സൗകര്യമാണല്ലോ. അതിനും വേണ്ടി ഫർഉൻ യഖൗലു കസീരീന, ഒരു മസല പറയാണ്. ആൺകുട്ടികൾക്ക് വഖഫ് ചെയ്യാം, പെൺകുട്ടികൾക്ക് സ്വത്ത് കിട്ടരുത് എന്ന് കരുതിയിട്ട് ആൺകുട്ടികൾക്ക് വഖഫ് ചെയ്യുന്ന രീതി ചില ആൾക്കാരെന്ന് കാണുന്നാറുണ്ട്. അത്തരം വഖഫുകൾ ബാത്തിലാണ് എന്നാണ് ഒരു സംഘം പണ്ഡിതന്മാർ പറയുന്നത്. സ്വഹീഹാണ് എന്നാണ് ശൈഖുന പറയുന്നത്. അതാണ് പ്രബലവും. യഖൗലി കസീരീൻ, കൂടുതൽ ആളുകൾക്ക്, കുറേ ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അന്നഹും യഖിഫൂന അംവാലഹും, അവരുടെ സമ്പത്ത് അവർ വഖഫ് ചെയ്യും. ഫി സിഹത്തിഹിം, അവരുടെ ആരോഗ്യകാലത്ത് എന്തു ചെയ്യും? അവരുടെ ആരോഗ്യകാലത്ത് വഖഫ് ചെയ്യും. അലാ ദുക്കൂരി ഔലാദിഹിം, ആൺമക്കൾക്ക്. ഖാസിദീന ബിദാലിക്ക്, അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിർമാന ഇനാസിഹിം, അവരുടെ പെൺകുട്ടികളെ തടയണമെന്നാണ്, അവർക്ക് കൊടുക്കരുത് എന്ന്. അതാ ഹിർമാൻ പറഞ്ഞാൽ. വഖ തക്കററ മിൻ ഗൈരി വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്ന ലിഫ്താവ്. തക്കററ മിൻ ഗൈരി വാഹിദിൻ ലിഫ്താവ്, ഒന്നിലധികം ആളുകൾ ഫത്വ നൽകിയിരിക്കുന്നു ബിബുത്ലാൻ വഖഫിഹീൻ, അന്നേരം വഖഫ് ബാത്തിലാണ് എന്ന്. ഖാല ശൈഖുനാ ഖത്തംബുദാബി ഫീഹി നദറുൻ, ബാത്തിലാണ് എന്ന് പറഞ്ഞത് ആലോചിക്കേണ്ടതാണ്. ബലിൽ വജുഹു, ന്യായം അസ്സിഹത്തു സഹീഹ് ആണ് എന്നാണ്, അവൻ്റെ കുറ്റം അതിലില്ല എന്നാണ് പറയുന്നത്. പെൺകുട്ടികളെ തടയാവുന്ന ഉദ്ദേശത്തിൽ ആണെങ്കിൽ പോലും അതിൽ കുറ്റം ഇല്ലാത്തത് കൊണ്ട് സഹിയാണ് എന്നാണ്. ഹറാമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, നല്ലതാണോ അല്ലേ എന്നുള്ള വേറെ കാര്യം. ഈ പെൺകുട്ടികൾക്കും മറ്റുമൊക്കെ അവരുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം കൊടുത്തിട്ടുണ്ടാവും ചിലവർ, കല്യാണം കഴിക്കുമ്പോഴും മറ്റുമൊക്കെ.
പിന്നെ മരിച്ചു പോയാൽ വീണ്ടും അവർക്ക് കിട്ടിയാൽ പിന്നെ ആൺകുട്ടികൾക്ക് ഇല്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതൊഴിവാക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.